പുതിയ തരം റെസിപ്പികളുടെ കൂടുതൽ വീഡിയോസുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓൾ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുകയുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നല്ലൊരു ബീഫ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബീഫ് വരട്ടിയതാണ്, നല്ല കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയെടുത്തതാണ്. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് വരട്ടിയെടുത്തതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതും, ഒരു 10 ചെറിയുള്ളിയും, കുറച്ചധികം തന്നെ കറിവേപ്പിലയും, കുറച്ചധികം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുമാണ്. അതിൽ കൂടുതൽ വെളുത്തുള്ളിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. പിന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ബീഫ് ഞാൻ കുക്കറിലിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് ഒന്ന് വേവിച്ചെടുത്തതാണ്. അപ്പം അതിൻ്റെ വെള്ളത്തോടെ തന്നെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഫ്രൈ ആക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ഞാനിവിടെ ഫ്രൈ ആക്കുന്നത്. അപ്പോൾ നമ്മുടെ കട്ടിയുള്ള ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ തന്നെ ബീഫ് ഫ്രൈ ആക്കുന്നതാണ് നല്ലത്. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. കുറച്ചധികം തന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ എടുത്തു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഒരു സവാളയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളി നന്നായി വാടി വന്ന ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി വാടി വരണം. ഇനി നമുക്കിതിലേക്ക് പൗഡറുകൾ ചേർത്ത് കൊടുക്കാം. വാടി വന്നതിന് ശേഷം പൗഡറുകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിൽ കുരുമുളക് പൊടിയുടെയും പച്ചമുളകിന്റെയും എരിവാണ് അധികമായിട്ടുണ്ടാവുക. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പൗഡറുകളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പൗഡറുകളുടെ പച്ചമണം എല്ലാം മാറിയ ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. അതിന്റെ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് തിളച്ച് വന്ന ശേഷം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ വറ്റിച്ചെടുക്കണം. കുറച്ചധികം ടൈം എടുത്ത് ചെറിയ തീയിൽ വെച്ച് വെള്ളമെല്ലാം വറ്റിച്ചെടുക്കണം. എങ്കിലേ ഈ ഒരു ബീഫിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ പകുതി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയും ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും വീണ്ടും ചേർത്ത് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അവസാന നേരം ഒന്നും കൂടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇനിയും ഡ്രൈ ആക്കി എടുക്കാം. ഉപ്പൊക്കെ നോക്കി പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വീണ്ടും ഇളക്കി നമുക്ക് നല്ല ഡ്രൈ ആക്കി എടുക്കാം. ഇതിന്റെ കളറൊക്കെ മാറുന്നത് കാണാം. നമ്മുടെ ബീഫിന്റെ കളറൊക്കെ മാറി ഒരു കുരുമുളക് പൊടിയുടെ ഒരു ഷെയ്ഡൊക്കെ ആയി വരുമ്പോൾ നമുക്ക് ഇത് തീ ഓഫ് ചെയ്യാം. നല്ല ഡ്രൈ ആയിട്ട് നിൽക്കും. നല്ല ഡ്രൈ ആകുന്നവരെ നമ്മൾ ഇളക്കി കൊടുത്ത് എടുക്കണം.
ഇത് ഡ്രൈ ആവും തോറും ഇതിന് ടേസ്റ്റ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബീഫ് ഡ്രൈ ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഒക്കെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക്സ് ഫോർ വാച്ചിങ്.